അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 5ാം തരത്തിലേക്ക് തയ്യാറാക്കപ്പെട്ട അഹ്കാമത്ത് ജവീദിന്റെ വർക്ക് ബുക്കിന്റെയും 11ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. അത്തഫ്ഹീം വ തർഖീഖ്. എന്താണ് തഫ്ഹീം, എന്താണ് തർഖീഖ് എന്നാണ് പാഠത്തിൽ പറയുന്നത്. പാരൻസ് കൂടെ ഉദ്ദേശിച്ചിട്ടാണ് ഈ ക്ലാസ് ഒക്കെ ചെയ്യുന്നത്. തഫ്ഹീം എന്നാൽ അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കണം. വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കാം. ഉദാഹരണമായി സ്വ, ഖ എന്നൊക്കെ പറയുന്നത് പോലെ. അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നതിന് തർഖീഖ് എന്നും പറയുന്നു. വിശുദ്ധ ഖുർആനിൽ ചില അക്ഷരങ്ങൾ തഫ്ഹീമായിട്ടും ചില അക്ഷരങ്ങൾ തർഖീഖുമായിട്ടാണ് ഉച്ചരിക്കേണ്ടത്. എന്നാൽ മാത്രമേ അക്ഷരങ്ങൾ ശരിയായ രീതി ഉച്ചരിക്കാൻ കഴിയൂ. നമുക്ക് വായിക്കാം. ഖലഖൽ ഇൻസാന മിൻ സ്വൽസ്വാലിൻ കൽ ഫഖാർ. മുകളിൽ കൊടുത്ത ആയത്തിൽ ഖാ, ഖാഫ്, സ്വാദ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? അവയെല്ലാം വായ നിറച്ചാണല്ലോ നാം പറഞ്ഞത്. ഇങ്ങനെ വായ നിറയെ ശബ്ദമുണ്ടാക്കും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്ന തർഖീഖ് എന്ന് പറയുന്നു. നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തുന്നത് കൊണ്ട് തഫ്ഹീമും താഴ്ത്തുന്നത് കൊണ്ട് തർഖീഖും ഉണ്ടാകുന്നു. ഇസ്തിലായി അക്ഷരങ്ങളായ ഖുസ്സ, ലഅത്തിൻ, ഖില എന്നീ 7 അക്ഷരങ്ങളെ എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ടതാണ്. തഫ്ഹീമിൽ അക്ഷരങ്ങൾ കാണാതെ പഠിക്കാനുള്ളൊരു മാർഗമാണ് ഒരു സെന്റൻസ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഖുസ്സ, ലഅത്തിൻ, ഖില ഓർമ്മിക്കാൻ ഏറ്റവും നല്ലതാണ്. സ്വ, സി, സു, സ്വ, ഖ, ഖി, ഖു, അഖ് എന്നൊക്കെ പറയുന്നത് പോലെ. വായ നിറയെ തടുപ്പിച്ചക്ഷരം ഉച്ചാരണം അത് തഫ്ഹീം. തറുപ്പിച്ചാണോ അക്ഷരം അതിനെ പറയുന്നതെങ്കിൽ തർഖീഖ്. പ, സ, ല, ഗ, ത, ഖ ഇങ്ങനെ വായ നിറഞ്ഞാൽ തഫ്ഹീം. ക, സ, ശ, ഹ, ത, സ ഇങ്ങനെ നേർത്ത് പറഞ്ഞാൽ തർഖീഖ്. എന്താണ് തഫ്ഹീം, എന്താണ് തർഖീഖ് എന്നിങ്ങനെ ബൈത്തിലൂടെ ആണ് ഇതിൽ പറയുന്നത്. ദഫ്തർ താലിബ് നോക്കി ദിരിബാത്തുകൾ ചെയ്യുക. തഖ്സീസ് 1. നഖറ സൂറത്തുൽ ഹജ്ജ് മഅ മുറാഅത്തി തഫ്ഹീം. തഫ്ഹീം മനസ്സിലാക്കിയിട്ട് ഹജ്ജ് സൂറത്ത് പാരായണം ചെയ്യാം. 2. നഹ്ഫദ് സൂറത്ത് യാസീൻ 51 മുതൽ 55 വരെയുള്ള ആയത്തുകൾ കാണാതെ പഠിക്കുക. അതുപോലെ ഹദ്ദാദ് റാത്തീബും കാണാതെ പഠിക്കുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇനി നമുക്കതിന്റെ വർക്കൊന്ന് വായിക്കാം. അത്തഫ്ഹീം വ തർഖീഖ്. തഫ്ഹീം, തർഖീഖ് എന്താണ്? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നുജീബ് ഉത്തരം എഴുതാം. ചോദ്യം 1. തഫ്ഹീം എന്നാൽ എന്ത്? വായ നിറയെ ശബ്ദമുണ്ടാകും വിധം അക്ഷരത്തെ തടിപ്പിച്ചുച്ചരിക്കുന്നതിനാണ് തഫ്ഹീം എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം. തഫ്ഹീം ഉണ്ടാകുന്നത് എങ്ങനെ? നാവിന്റെ മുരട് അണ്ണാക്കിലേക്ക് ഉയർത്തുന്നത് കൊണ്ട് തഫ്ഹീം ഉണ്ടാകുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാ സമയത്തും തഫ്ഹീം ചെയ്യേണ്ട ഹർഫുകൾ ഏവ? ഖുസ്സ, ലഅത്തിൻ, ഖില. നാലാമത്തെ ചോദ്യം. തർഖീഖ് എന്നാൽ എന്ത്? അക്ഷരത്തെ നേർപ്പിച്ചുച്ചരിക്കുന്നത് തർഖീഖ് എന്ന് പറയുന്നു. ഇനി രണ്ടാമത്തെ വർക്ക്. നഖറഉൽ ആയാത്തിൽ ആതിയ വനക്തശു മിൻ ഹുറൂഫ് തഫ്ഹീം. താഴെ കൊടുത്ത ആയത്തുകൾ പാരായണം ചെയ്തിട്ട് അതിലെ തഫ്ഹീമിന്റെ ഹർഫുകൾ മനസ്സിലാക്കാനാണ്. അൽഹംദുലില്ലാഹില്ലദീ ഖലഖസ് സമാവാതി വൽ അർള വജഅലൽ ളുലുമാതി വന്നൂറ സുമ്മല്ലദീന കഫറൂ ബിറബ്ബിഹിം യഅദിലൂൻ. ഹുവല്ലദീ ഖലഖക്കും മിൻ തീനിൻ സുമ്മ ഖളാ അജലൻ വഅജലൻ മുസമ്മൻ ഇൻദഹു സുമ്മ അൻതും തംതറൂൻ. وهو الله في السماوات وفي الأرض يعلم سركم وجهركم ويعلم ما تكسبون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين.
ഇതിൽ നാം മുമ്പ് പഠിച്ച ഖുസ്സലഅത്തിൻ ഖിൽ എന്ന എല്ലാ സമയത്തും തഫ്ഹീമാക്കാൻ അക്ഷര ആയത്തുകളിലുണ്ട്. കലിമാത്തുൻ ഫിഹ ഹറൂഫത്ത് തഫ്ഖീം, അതിൽ നിന്ന് തഫ്ഖീമിന്റെ ഹർഫുകളുള്ള കലിമത്തുകൾ അഥവാ വേർഡ്സുകൾ കണ്ടെത്താനാണ്. ഒന്നാമതായി ഖലഖ, രണ്ടാമത്തത് അള്ളുലുമാത്ത്, 3 ഖലഖക്കും, 4 തീൻ, 5 ഒഫിൽ അർളി. ഇങ്ങനെ തുടങ്ങി ചില പദങ്ങളാണ് ഈ ആയത്തിലുള്ളത്. അല്ലാഹു തആല തഫ്ഖീമിന്റെയും തർഖീഖിന്റെയും അക്ഷരങ്ങളെ മനസ്സിലാക്കി പാരായണം ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.